നമസ്കാരം. ഒരു ന്യൂറോളജി ഒപിയിൽ വരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം ആളുകളും തലവേദന കൊണ്ടായിരിക്കും വരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി കാണുന്ന തലവേദന മൈഗ്രെയിൻ ആണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. മാരകമായൊരു രോഗമല്ലെങ്കിൽ പോലും നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെ പ്രതികൂലമായി ബാധിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ ടെൻഡൻസി ഉള്ള ആളുകൾക്ക് ജീവിതശൈലിയിലെ കുറേ മാറ്റങ്ങൾ കൊണ്ട് മൈഗ്രെയിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ശരിയായ ഉറക്കം. നല്ല ശരിയായ ഉറക്കം മൈഗ്രെയിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായ ഉറക്കം രാത്രിയിൽ കിട്ടണം. അതും ഓരോ ദിവസവും കഴിയുന്നതും ഒരു കൃത്യസമയത്ത് തന്നെ ഉറങ്ങുകയും എണീക്കുകയും ചെയ്യാൻ ശ്രമിക്കണം. ഉറക്കം കുറയുന്നതും അതുപോലെ തന്നെ ഉറക്കം വല്ലാതെ കൂടുന്നതും മൈഗ്രെയിൻ തലവേദന വരാൻ കാരണമാകും. 2, സമയത്തിന് കൃത്യമായി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം സമയത്തിന് കൃത്യമായിട്ട് കഴിക്കണം. ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്, ഒഴിവാക്കരുത്. ഫാസ്റ്റിംഗ് തലവേദന ക്ഷണിച്ചു വരുത്തുന്നുള്ളത് മൈഗ്രെയിൻ ടെൻഡൻസിയുള്ള മിക്കവാറും ആളുകൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. മൈഗ്രെയിൻ ക്ഷണിച്ചു വരുത്തുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചോക്ലേറ്റ്, പ്രോസസ്ഡ് ഓർ ഏജ്ഡ് ചീസ്, ഫ്രഷ് ചീസ് അല്ല, പ്രോസസ്ഡ് മീറ്റ് അഥവാ സംസ്കരിച്ച മാംസം, കഫീൻ കൂടിയ അളവിലുള്ളിൽ ചെല്ലുന്നത്, അതായത് കാപ്പി കുറെ അധികം കുടിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിസ്സ കഴിച്ചാൽ മൈഗ്രെയിൻ വരുമോ? പിസയിലെ പ്രോസസ്ഡ് ചീസ്, അതിലടങ്ങിയിട്ടുള്ള ടൈറാമിൻ എന്ന് പറയുന്ന സാധനം മൈഗ്രെയിന് കാരണമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ പല പിസകളിലും പ്രോസസ്ഡ് മീറ്റ് അഥവാ സംസ്കരിച്ച മാംസം ഉണ്ടായിരിക്കും. ഇതിൽ നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തക്കൊഴുകളെ വികസിപ്പിക്കുകയും തലവേദനയിലേക്ക് വഴിതെളിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പിസയുടെ കൂടെ ഉപയോഗിക്കുന്ന ടൊമാറ്റോ സോസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ അസിഡിറ്റി ഉണ്ടാക്കും. അസിഡിറ്റിയും മൈഗ്രെയിൻ തമ്മിൽ പലപ്പോഴും ബന്ധമുണ്ട്. പിന്നെ പല സോസുകളിലും MSG അഥവാ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് പോലുള്ള വസ്തുക്കളുണ്ട്. അതും മൈഗ്രെയിന് കാരണമാകും. കൂടിയ അളവിലുള്ള ഉപ്പ്, കൊഴുപ്പ്, ഇതൊക്കെ നിർജ്ജലീകരണം ഉണ്ടാക്കാം. പലപ്പോഴും BP കൂട്ടാം. അങ്ങനെയും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. ലെയ്സ് കഴിച്ചാൽ മൈഗ്രെയിൻ വരുമോ? ലെയ്സ് പോലെയുള്ള പാക്കറ്റിൽ വികർപ്പിച്ച് കിട്ടുന്ന ചിപ്സുകളുടെ ചില ഫ്ലേവറുകളിൽ നേരത്തെ പറഞ്ഞ MSG അഥവാ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു മൈഗ്രെയിൻ ട്രിഗറാണ്. ഇതിലടങ്ങിയിട്ടുള്ള ചില പ്രിസർവേറ്റീവുകൾ, അതായത് സോഡിയം ബെൻസോയേറ്റ്, നൈട്രേറ്റ്, ഇതൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ്. പിന്നെ ഇതിൽ ചില ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, അഡിറ്റീവ്സ്, ഇതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ ബാധിക്കാം. കൂടിയ അളവിലുള്ള ഉപ്പ് പ്രശ്നക്കാരനാവാം. അങ്ങനെയൊക്കെ മൈഗ്രെയിൻ ഉണ്ടാവാം. ആൽക്കഹോൾ, പ്രത്യേകിച്ച് റെഡ് വൈനും ബിയറും തലവേദന ഉണ്ടാക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായി കുടിക്കണം. ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് തലവേദന കൂട്ടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. സമ്മർദ്ദം മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ്. മാനസിക സമ്മർദ്ദം ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അനുയോജ്യമായ വിശ്രമ മാർഗങ്ങൾ കണ്ടെത്തണം. ശ്വസന വ്യായാമങ്ങൾ, യോഗ, ധ്യാനം, അല്ലെങ്കിൽ ദിവസം കുറച്ചു നേരം ശാന്തമായി സ്വസ്ഥമായി ഒറ്റയ്ക്ക് ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കണം. സമ്മർദ്ദം സ്ഥിരമായി അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് പോകുന്നതായിരിക്കും നല്ലത്. ദിവസേന എക്സർസൈസുകൾ ചെയ്യുക. ദിനം പ്രതിയുള്ള മിതമായ എക്സർസൈസുകൾ, നടത്തം, ഓട്ടം, ജോഗിങ്, നീന്തൽ പോലുള്ള കായിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മൈഗ്രെയിൻ ഒഴിവാക്കാൻ സഹായിക്കും. പക്ഷെ ഓവർ ആവുന്നതും പ്രശ്നമാണ്. പെട്ടെന്ന് ശാരീരിക ക്ഷീണം വരുത്തുന്ന തരത്തിലുള്ള കഠിന വ്യായാമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത്. സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഇത് വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത്. വളരെ കൂടിയ അളവിലുള്ള മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗം കണ്ണുവേദനയ്ക്കും തലവേദനയ്ക്കും കാരണമാകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് വിശ്രമം കൊടുക്കണം. മുഖം കഴുകണം. മൊബൈലും മറ്റ് സ്ക്രീനുകളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടവേള എടുക്കണം. 20-20-20 റൂൾ ഓർക്കുക. ഓരോ 20 മിനിറ്റിലും 20 അടി ദൂരത്തിലുള്ള ഒരു വസ്തുവിൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിനെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിക്കുന്നവർ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ മൈഗ്രെയിൻ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും എഴുതി വെക്കുകയും ചെയ്യുക. ഇത് വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ. പക്ഷെ ആരും ചെയ്യാറില്ലെന്ന് മാത്രം. മൈഗ്രെയിൻ വരുന്ന ആളുകൾ ഒരു മൈഗ്രെയിൻ ഡയറി സൂക്ഷിക്കണം. തലവേദന എപ്പോൾ വന്നു, നിങ്ങൾ എന്താണ് കഴിച്ചത്, എങ്ങനെ ഉറങ്ങി, പ്രത്യേക സമ്മർദ്ദം വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം കുറിച്ച് വയ്ക്കും. ഇതിലൂടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാരണങ്ങൾ, അതായത് നിങ്ങളുടെ മൈഗ്രെയിൻ ട്രിഗേഴ്സ്, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടുകളൊന്ന് ശ്രദ്ധിക്കുക. കഠിനമായ വെളിച്ചം, നേരിട്ടടിക്കുന്ന കടുത്ത വെയിൽ, ചെവിയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദം, കുത്തുന്ന രീതിയിലുള്ള വാസനകൾ, ഹ്യൂമിഡിറ്റി കൂടിയ
കൺജസ്റ്റഡ് ആയ തിങ്ങി നിറഞ്ഞ മുറികളും ഹാളുകളുമൊക്കെ കഴിയുന്നതും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്ന് വരുന്ന കാലാവസ്ഥാ മാറ്റം, ചൂടിൽ നിന്ന് തണുപ്പ്, തണുപ്പിൽ നിന്ന് ചൂട്, ഇതൊക്കെ ചിലർക്ക് മൈഗ്രെയിൻ തലവേദന ട്രിഗർ ആവാൻ കാരണമാവും. തലവേദനയുടെ മരുന്നുകൾ വേണ്ട രീതിയിൽ മാത്രം ഉപയോഗിക്കുക. തലവേദന വരുമ്പോൾ കഴിക്കാനുള്ള വേദന സംഹാരി മരുന്നുകൾ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. ഇത്തരം ഗുളികകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ കൂടുതൽ വഷളാക്കാൻ ഇടയാക്കും. മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക്, MOH എന്നാണ് ഈ അവസ്ഥയെ പറയുക. നിങ്ങൾക്ക് തലവേദനയുടെ മരുന്നുകൾ ഇടയ്ക്കിടെ കഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണുക. വേദന സംഹാരി മരുന്നുകൾ കൂടുതലായി കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഉത്തമം മൈഗ്രെയിൻ തലവേദന തടയാനുള്ള വളരെ സേഫ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രിവെന്റീവ് മെഡിസിൻസ് കുറച്ചു കാലം സ്ഥിരമായി കഴിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മൈഗ്രെയിൻ അസുഖമുള്ള ആളുകൾക്ക് കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.